മുരിങ്ങ പറിക്കാന്ന് പറയാ താഴത്തൊന്നും എത്തില്ല. ഒന്നതാ ഒരു പോക്ക് പോയി. അമ്മേ, അമ്മ ഇവിടെ വന്നിക്ക. എന്താ മോളെ? എനിക്ക് പോവാൻ സമയായി. ചോറാക്കി വെച്ചിട്ടുണ്ടാ? മോൾക്ക് ചോറാക്കി വെച്ചിട്ടുണ്ട് അമ്മ. ഞാൻ 2 മുരിങ്ങ പറിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, അമ്മ വന്ന് വാതിലടച്ചോളൂ. എന്നാ മോൾ ഇറങ്ങിക്കോ, അല്ലെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ആ രാഘവട്ടം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അമ്മ എന്ത് മറുപടിയാ പറയേണ്ടത് അയാളോട്? അമ്മയ്ക്ക് കല്യാണക്കാരല്ലാതെ വേറെ എന്തെങ്കിലും എന്നോട് പറയണ്ട. ഈ കുട്ടനോട് ഞാൻ എന്താ പറയുന്നത്? എന്തെങ്കിലും ആയിവിടട്ടെ. കല്യാണം അല്ലാതെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. ആ ഞാൻ അവിടെ മുരിങ്ങ കോരിക്കൊണ്ടിരിക്കുക മേലെയാ. ഇല്ലല്ല, അവൾ പോയി. അവൾക്ക് പച്ചക്കറി എന്തൊക്കെ ആക്കി കൊടുത്തു വിട്ടു നേരത്തെ തന്നെ. ഇല്ല, അവൻ്റെ അച്ഛൻ പോകുന്നേ ഉള്ളൂ, പോയിട്ടില്ല. എന്ത്? ആ വരുന്നുണ്ട് ചേച്ചി, ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്. അതിനാ കുട്ടി ഏത് വന്നാലും വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാനാ? ഇപ്പം വേണ്ട പറയുന്നത്. പിന്നെ ഞാൻ വിചാരിക്കുക, ഒന്ന് നോക്കുമ്പോൾ അവൾ പറയുന്നതും കാര്യമാണ്. കല്യാണം അല്ലല്ലോ ഏറ്റവും വലിയ വിഷയം. കുറച്ച് പണിയൊക്കെ എടുത്ത് സ്വന്തം കാലിൽ നിൽക്കാനൊന്ന് ശീലിക്കട്ടെ. ഇപ്പോൾ ജോലി കിട്ടും 1 വർഷം ആയല്ലോ. ഗിരീഷ് എന്ത് ചെയ്യുന്നു? ജോലിക്ക് പോയോ? ചേച്ചി ഒരു കാര്യം ചെയ്യും, ഞായറാഴ്ച ലീവ് കിട്ടുമ്പോഴേ ഒന്നും ഇങ്ങോട്ട് വാ. അതാ മീൻ കാര്യം വരുന്ന ശബ്ദം കേൾക്കുന്നു. പോകില്ലേക്കും. ശരി ചേച്ചിയെ, ഞാൻ പോയി മീൻ വാങ്ങിട്ടെ, അല്ലെങ്കിൽ പിന്നെ അവരങ്ങ് പോകും. ശരി എന്നാൽ ശരി. പറഞ്ഞിട്ട് വരാം. നീ എങ്ങോട്ടാ ഓടുന്നത്? ഞാൻ മീൻ വാങ്ങിക്കാൻ. മീൻ എന്തിനാണ്? ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടോ? എന്നാ പിന്നെ വേണ്ട അല്ലേ? ശരി, എന്നാ പിന്നെ പോയിക്ക് നടക്ക്. മീൻ വേണ്ട, മീൻ ചിക്കൻ വാങ്ങിയ മീൻ എന്തിനാ? ഞാൻ വണ്ടി കയറട്ടെ. ശരി. എന്ത്, നാളെ എക്സാം അല്ലേ? പഠിക്കാല്ലേ വീട്ടിൽ പോയിട്ട്? വൈകിട്ട് വിളിക്കാം, പോയിക്കോളോ, എന്നിട്ടേ ഞാൻ പോണുള്ളൂ. ഇരുന്നിട്ട് എനിക്ക് നിന്നെ കാണാൻ തോന്നിയിട്ട് വയ്യ. നീ ഇപ്പം എവിടെയുള്ളേ? വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാനേ ഇപ്പം അങ്ങോട്ട് ഇറങ്ങാം, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ വയ്യാണ്ടേ. അതെ, എങ്ങനെ കാണാതിരിക്കാൻ പറ്റുക? നീ അത്രയും ജീവനായി പോയില്ലേ എനിക്ക്. നരച്ചുപോയി. അയ്യോ, നിന്നെ വിട്ടിട്ടുള്ള ഒരു ജീവിതത്തിനെ പറ്റി എനിക്ക് ആലോചിക്കാനേ വയ്യ. എനിക്ക് എന്നും നീ എൻ്റെ കൂടെ വേണം. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് നിന്നെ. നിനക്കും അങ്ങനെ തന്നെയല്ലേ? വേഗം ഒന്ന് പുറത്തിറങ്ങി നിൽക്കട്ടെ, ഞാനൊരു അരമണിക്കൂറിലെത്തും. ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്. മോളെ, എന്താ അമ്മേ? ഞാനോട് അങ്ങനെ സംസാരിച്ചത്? ഞാനാ എൻ്റെ ഒരു ഫ്രണ്ടിനോട്. എന്നാ പിന്നെ ഇപ്പം അച്ഛനെ രാഘവട്ടം വിളിച്ചു എന്ന് പറഞ്ഞ ആൾ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരൊന്ന് കാണാൻ പറ്റട്ടെ നിന്നെയെന്ന്. അമ്മോട് ഞാൻ എത്ര വട്ടമായി പറയണു എനിക്കിപ്പോൾ കല്യാണം നോക്കണ്ടെന്ന്. എനിക്ക് സമയമാകുമ്പോൾ ഞാൻ അമ്മോട് അങ്ങോട്ട് വന്ന് പറഞ്ഞോളാം. മോൾക്ക് ആരെയും ഇഷ്ടമുണ്ടോ? അന്ന് അമ്മയോട് തുറന്ന് പറഞ്ഞോ. മോൾ ആരിനെ കാണിച്ചു തരുന്നേ? അവർ ഞങ്ങൾക്ക് സമ്മതമായിരിക്കും. അമ്മ വിചാരിക്കണ പോലെ ഒന്നും ഇല്ല. അമ്മ പറയുന്നത് കേക്ക് മോളെ. അവരെ എത്ര പ്രാവശ്യം വിളിക്കുന്നു? അവരൊന്ന് കണ്ടിട്ട് വെക്കോട്ടെ. ഇല്ല അച്ഛാ, എനിക്ക് അവളെ മറന്നിട്ടുള്ള ഒരു ജീവിതത്തെ പറ്റി ആലോചിക്കാൻ കൂടി വയ്യ. അവൾ അത്രയ്ക്ക് ജീവന എനിക്ക്. അവളോ? നീ എന്തൊക്കെ പറയുന്നത്? അപ്പൊ നീ പെണ്ണിനാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്? അതമ്മേ, ഞാൻ പറയാം. എനിക്കിത്തിരി സമയം വേണം. എനിക്കിപ്പോൾ കല്യാണം ഒന്നും നോക്കണ്ട. ഈ പെണ്ണ് എന്തൊക്കെയാ പറയുന്നത്? ഇത്രയും നേരം ആരോട് സംസാരിച്ചാണ്?
നിന്നെ എനിക്ക് കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഇപ്പം തന്നെ നിന്നെ കാണാൻ വരികയാണ്. ഒരു ദിവസം എന്തൊക്കെയൊക്കെയാ പറഞ്ഞ് സംസാരിക്കുന്നത്. ഞാൻ പക്ഷേ ഏതൊക്കെ ചെക്കന്മാരോട് സംസാരിക്കുകയാണ്, ഒരു സമാധാനപ്പെട്ടതാ. അപ്പോൾ എന്താ പെണ്ണ് എന്ന് പറയുന്നത്? നീ ഇപ്പം ഏതെങ്കിലും പെണ്ണിനെയായിരിക്കും കല്യാണം കഴിക്കാൻ പോകുന്നത്? അതായിരിക്കും വരുന്ന കല്യാണം ഒന്നും വേണ്ട വേണ്ട പറയുന്നത്. നീ എന്തൊക്കെ ഇതൊക്കെ പറയുന്നു? ഇതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ദൈവമേ, എന്തായിരിക്കും ഇത്? അവനെ എനിക്ക് മറക്കാൻ പറ്റില്ലെന്നല്ലേ അവള് പറഞ്ഞത്? അല്ലാണ്ട് അവനെ എനിക്ക് മറക്കാൻ പറ്റില്ല എന്നല്ലോ. ഇതാണല്ലേ വീട്? ഇവിടെ ആരാ? ആന്റി ഉണ്ട്, വാ ആന്റിന്റെ അടുത്ത് പോവാ. ഇവിടെ നിക്കാം. ആന്റിനെ വിളിച്ചോ. ആന്റി ആന്റി. മോൾ എപ്പോഴും പറയായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ്, എന്നും പറയും ചേച്ചീനെ കാണണം എന്നൊക്കെ. അമ്മ ഇല്ലാത്ത കുട്ടിയാ. വാ വീട്ടിലേക്ക് പോരും, കയറി. ഞാനിപ്പോൾ കയറുന്നില്ല, വേറൊരു ദിവസം വരെ. ഞാൻ ജസ്റ്റ് മോളെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. മോളനെ ഇന്ന് സ്കൂളിൽ വിട്ട് വരുമ്പോൾ കണ്ടിട്ട് ഇന്ന് കാണാതിരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളനെ. മോളെപ്പോഴും പറയാറുണ്ട് ഇതേ അവസ്ഥ തന്നെ വെക്കും. പിന്നെ 2 വയസ്സുള്ളപ്പം ഇവളെ അമ്മ പോയതാണ്. പിന്നെ എനിക്ക് എപ്പോഴും ഇവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. എനിക്കും എൻ്റെ വീടും കാര്യങ്ങളും ഇല്ലേ. പിന്നെ വയസ്സായ അമ്മയാണ്, അമ്മയ്ക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല. പിന്നെ ഏട്ടൻ തന്നെയാണ്, ഏട്ടൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന അറിയാലോ. മോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും എപ്പോഴും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. ഏട്ടനോട് കുറേ കാലമായി പറയുന്നു, ഒരു കല്യാണം കഴിക്കും, മോക്കൊരമ്മയുടെ കൂട്ട് വേണ്ടേ. എത്രയെന്ന് വെച്ചിട്ടാണ്? മോളെ കല്യാണം കഴിഞ്ഞാണോ? കല്യാണാലോചനയൊക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുക. പെൺകുട്ടി ഏതാ? അത് മോളെ ടീച്ചറാ. എന്നാ പിന്നെ ഇവിടെ അച്ഛനൊരു കല്യാണം കഴിച്ചൂടെ? പാവം, അവൾക്കൊരു അമ്മയാവൂല്ലോ. എന്നാല് ഏട്ടന് പേടിയാ, വരുന്ന പെൺകുട്ടി മോളെ നോക്കിയിട്ടില്ലെങ്കിലോ, അത് വിചാരിച്ചിട്ടാ. പറഞ്ഞ് ഞങ്ങൾ മതിയായി. ശരി ചേച്ചി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. വീട്ടിൽ അമ്മ അന്വേഷിക്കും. ശരി മോളെ, നാളെ കാണാം കേട്ടോ. ചോക്ലേറ്റ്. എന്നാ ശരി മോളെ. നിങ്ങൾ ആരെ കാണാനായിരിക്കും പോകുന്നത്? കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ വേണ്ടാന്നും പറയുന്നു. പിന്നെ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്നു. വന്നോ? അങ്ങോട്ടേ. നീ ഇപ്പൊ എവിടെയാ പോയത്? എങ്ങോട്ട് പോയതാ പറയേ. അമ്മ എന്തിനെങ്ങനെ പേടിക്കണത്? ഞാൻ അമ്മോട് പറഞ്ഞിട്ട് തന്നെയല്ലേ പോയത്. ഞാൻ ചെറിയ കുട്ടിയൊന്നല്ലല്ലോ, എനിക്ക് 10-29 വയസ്സായില്ലേ. നീ പോകണം ഇട്ടുകൊണ്ട് പോയാലോ? നീ എവിടെ പോയത്? കറക്റ്റ് സ്ഥലം പറയും, അല്ലെങ്കിൽ ആരെ കാണാൻ പോയത് പറയേ. നിനക്ക് എന്താ ഇത്ര പേടിക്കാൻ ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ? അമ്മ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഞാനേ കണ്ണിക്കണ്ട ചെക്കന്മാരെയല്ല കാണാൻ പോയത്, ഒരു പെൺകുട്ടീനെയാ. എടി, ഒരു പെൺകുട്ടിനെ കാണാൻ പോകുകയാണെങ്കിൽ അമ്മ ഞാൻ ഇന്ന കുട്ടിനെ കാണാൻ പോകണം അങ്ങനെയല്ലേ പറയുക? നീ എന്തീ പറയുന്നത്? നീ അവിടെ വെച്ച് കാണണം, ഇവിടെ വെച്ച് കാണാം, പിന്നെന്താണ്? നിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ലാത്ത സമയത്ത് വരാം, ഇങ്ങനെയൊക്കെയാണോ പെൺകുട്ടികളോട് സംസാരിക്കുന്നത്? അമ്മ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുക. എനിക്കൊരു കാര്യം പറയാണ്ട്, പക്ഷെ അത് അതിന്റെ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ പേടിക്കണ പോലെ ഒന്നുമല്ല. അച്ഛാ, മുടി കെട്ടി തരുമോ? വന്നു. മോളെ, അച്ഛനെന്ന് മോൾക്ക് ഒരു വെറൈറ്റി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. മോളത് മുഴുവനായിട്ട് കഴിക്കണം കേട്ടോ. മോളെ കൊണ്ടുപോയി ചാടിക്കളിയൊന്നും ചെയ്യരുത്. മോളെന്തായാലും ഇന്നലെ അച്ഛന് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ട് കഴിക്കാതെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇങ്ങനത്തെ കറി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതെന്താ മോളെ കറിക്ക്? നല്ല കറിയായിരുന്നില്ല ഇന്നലെ അച്ഛൻ മോൾക്ക് ഉണ്ടാക്കി തന്നത്? എത്ര കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് അച്ഛൻ മോളെ സ്കൂളിൽ രാവിലെ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി തന്നിട്ട് മോളെ പറഞ്ഞയക്കുന്നത്. അച്ഛൻ്റെ കഷ്ടപ്പാടൊക്കെ മാറുന്ന കാര്യം ഞാൻ പറഞ്ഞിരുത്തേ. അച്ഛനാണ് എന്ത് കഷ്ടപ്പാട് വേണം? അച്ഛൻ കഷ്ടപ്പെടുന്നത് അച്ഛൻ്റെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ. ഞാൻ എപ്പോഴും പറയുന്നൊരു ചേച്ചിയില്ലേ, ആ ചേച്ചിനെ അച്ഛൻ കല്യാണം കഴിക്കും. മോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മോളോട് ഇത് ചേച്ചിനോടൊന്നും പോയിട്ട് പറയരുത് കേട്ടോ. മോളോട് ചേച്ചി മിണ്ടുന്നതേ ഇല്ലാതാവും.
ആ ചേച്ചി അങ്ങനത്തെ ഒന്നുമില്ല. മോളാണ് ചേച്ചിനോടൊന്നും പോയിട്ട് മോളെടുത്ത് പറയാൻ നിൽക്കണ്ടോ. പാവം ചേച്ചിയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോളാണ് തിരിഞ്ഞിരിക്കും, അച്ഛൻ മുടി കെട്ടി തരാം. ആ ചേച്ചി അച്ഛൻ വിളിച്ചു പറയുന്നില്ല. പാവ, ഞാൻ അമ്മയെ വിളിക്കുന്നത് എന്ത് ഇഷ്ടമാണല്ലോ. ആ ചേച്ചി എൻ്റെ അമ്മയായി വന്നിട്ടുണ്ടെങ്കിൽ എന്നെ നോക്കൂ, അച്ഛനെ നോക്കൂ. ആ ചേച്ചിയെ കല്യാണം കഴിക്കച്ച. അച്ഛ പ്ലീസ് അച്ഛ, ഞാൻ പറയുന്നത് കേക്കച്ച. ആ ചേച്ചിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അച്ഛ. ഞാൻ ആ ചേച്ചിനോട് പറയട്ടെ, അച്ഛൻ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നു. പ്ലീസ് അച്ഛ. മോളെ എനിക്ക് അമ്മ വേണം അച്ഛ. അച്ഛൻ്റെ മോളെ ഇനി വേഗം പോയിട്ട് യൂണിഫോം എടുക്കും, സമയമായിട്ടുണ്ട് കേട്ടോ. ഇറങ്ങട്ടെ. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം ഒക്കെ സൂപ്പർ ആയിരുന്നു. സോറി. അമ്മേനെ വിളിച്ചോ? അതിനെന്താ, എനിക്കും അമ്മേനെ വിളിക്കണ തന്നെ ഇഷ്ടം. ഇന്ന് മുതൽ ഞാൻ അമ്മേനെ ആ വിളിച്ചോളൂ. അമ്മ മോളോട് ഇതുവരെ ഒരു കാര്യം ചോദിച്ചിട്ടില്ല, ചോദിക്കട്ടെ? അതിനെന്താ ചോദിച്ചോളൂ. മോളുടെ അച്ഛൻ ആളെങ്ങനെയാ? അച്ഛൻ പാവാണ്, കാണാൻ നല്ല ഭംഗിയാ. ആണോ? എന്നെ നന്നായിട്ട് നോക്കുകയും ചെയ്യും. അമ്മേനെ കണ്ട മോളുടെ അച്ഛനെ ഇഷ്ടപ്പെടുവോ? എനിക്കറിയില്ല. എന്നാ അമ്മ മോളുടെ അച്ഛനെ കല്യാണം കഴിക്കട്ടെ. ശരിക്കും? അപ്പൊ നമുക്ക് ഒരുമിച്ച് നിൽക്കാലോ. എനിക്കാണെങ്കിൽ മോളെ വിട്ട് പോവാനേ വയ്യ. അങ്ങനെയാണെങ്കിലേ മോളൊന്ന് മോളുടെ അച്ഛനോട് പറഞ്ഞിട്ട് ചേച്ചീനെ ഇന്ന് തന്നെ വിളിച്ചു പറയൂ. ചേച്ചീനെ വേറെ ഒരു കല്യാണവും കഴിക്കാൻ പോണില്ല. കല്യാണം കഴിക്കണമെങ്കിൽ മോളുടെ അച്ഛനെ മാത്രം. ശരി ചേച്ചി പോട്ടെ. ശരി. അവര് വന്നു അല്ലേ? കയറി ഇരിക്കെ. കാർ അവിടെ നിർത്തിയതാ? കാർ അപ്പുറം നിർത്തിയതാ. ആ ആ ആ വീട്ടിലേക്ക് കാറ് വരില്ല, ബൈക്കും ഇതൊക്കെ മാത്രമേ വരുള്ളൂ. അതാണ് ഞങ്ങൾക്ക് അപ്പുറത്തെ ഞങ്ങളും കാർ നിർത്തുന്നത്. അപ്പോൾ ചെറുക്കും വന്നില്ല കാണേ? ആ ഇതന്നെ ആള്. ആ ബിസിനസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോള്. എന്താ ബിസിനസ്? എന്താ? എനിക്ക് ടൗണിൽ സൂപ്പർ മാർക്കറ്റാണ്, എല്ലാ കാര്യങ്ങളും മോള് പറഞ്ഞിട്ടുണ്ടാവല്ലോ. ആ പെങ്ങളും മക്കളൊക്കെയാണ് വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെങ്ങളുടെ മോളാ? എൻ്റെ മകളാണ്. അമ്മേ, ആ നിങ്ങൾ നേരത്തെ എത്തിയോ? ആ പിന്നെ അമ്മേ, ഏട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണാണ്. ഇത് ഏട്ടൻ്റെ മോളാ. മോളേനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഏട്ടൻ്റെ പെങ്ങളും കുട്ടിയത്. അപ്പോൾ ആൾക്ക് വേറെ കല്യാണം കഴിഞ്ഞതാ? ആ നിങ്ങളെത്തിയല്ലേ? ഞാൻ ഷോപ്പിൽ പോയായിരുന്നു. എപ്പോഴാ വന്ന്? ഞങ്ങളൊരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ വന്നിട്ട്. അച്ഛാ, ഞാൻ ഒരു പെൺകുട്ടീനെ കുറിച്ച് പറയുമ്പോൾ ഈ അമ്മ ഇവിടെ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കാറില്ലേ? ആ മോളാണിത്. ഇതാ മോളുടെ അച്ഛനാ. ഞാൻ എന്തായാലും ഇനി കല്യാണം കഴിക്കണമെങ്കിൽ ഈ ഏട്ടനെ മാത്രമേ കഴിക്കുള്ളൂ. എനിക്ക് മോളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ. ഈ ഏട്ടനെ ഞാൻ മുന്നേ കണ്ടുപരിചയമൊന്നുമില്ല. മോള് വഴി എനിക്ക് ഏട്ടനെ നന്നായിട്ട് അറിയാം. നിങ്ങളെല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതിയാ ഞങ്ങൾ വന്നത്. നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കൊന്നും വേണ്ട കേട്ടോ. മോള് പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി. ഇവൾക്ക് ഒരുപാട് ആലോചനകൾ വന്നതാ. അവൾ എന്തെന്ത് വന്നാലും വേണ്ട എന്ന് പറയുക. പിന്നെ ഒരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായിരിക്കും ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയായിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായതാ. ഇപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ളത്. ഇനിയിപ്പോൾ ഞങ്ങളെന്താ പറയുന്നത്? അവൾക്ക് അതാണ് താല്പര്യമെങ്കിൽ
പിന്നെ അവളുടെ ഇഷ്ടമാണല്ലോ ഞങ്ങൾക്കും പലത്. ഞങ്ങൾ എന്തായാലും അറിയിക്കാം. മോളെ എനിക്ക് ചായ എടുത്തിട്ട് വാ. മോളുടെ മനസ്സിലിങ്ങനെ തീരുമാനമുള്ളൂ, നേരത്തെ അറിയുന്നില്ലല്ലോ. അത് അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ അങ്ങോട്ട് പറയാം. അന്ന് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞൂടെ. അതിനച്ഛാ ഞാൻ ഈ ഏട്ടനെ ആദ്യമായിട്ടാണ് കാണുന്നത്. മോളനെ മാത്രമേ എനിക്ക് അറിയണ്ടായിരുന്നുള്ളൂ. മോള് ചായ എടുത്തിട്ട് വാ. ഞങ്ങൾക്ക് ആകെപ്പാടെ ആണായിട്ടും പെണ്ണായിട്ടും അവൾ മാത്രമേ ഉള്ളൂ. ഈ കണ്ട പറമ്പും സ്വത്തും എല്ലാം അവൾക്ക് തന്നെയാണ്. ഇനിയിപ്പോൾ അവളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ എന്തായാലും ഞങ്ങളൊരു വിവരം നിങ്ങൾ എന്തായാലും അറിയിക്കാം. ചായ കൊടുക്കും. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഞങ്ങൾ പോയിട്ട് വരാം. അതെ, ഓക്കെ. പോയിട്ട് വരാം. മോളെ സമ്മതിക്കില്ലേ? അതൊക്കെ അമ്മ സമ്മതിപ്പിച്ചോളാം കേട്ടോ. അമ്മ വേഗം എൻ്റെ മോളുടെ വീട്ടിലേക്ക് വരാം. ആ മോളെ. നിനക്കെന്ത് ഭ്രാന്താ മോളെ? ഇത്രയും വലിയ മോളിൽ ഒരാളെ നീ കല്യാണം കഴിക്കണം പറഞ്ഞ് നിൽക്കുന്നത്? എത്ര ചെക്കന്മാർ പെൺകുട്ടികളെ കിട്ടാണ്ട് നടക്കുന്നത്? അമ്മ ഞാൻ പറഞ്ഞില്ലേ, ഏട്ടൻ എനിക്ക് മുന്നേ പരിചയമൊന്നുമില്ല. പക്ഷെ എനിക്ക് മോളെ പിരിയാൻ പറ്റണില്ല അമ്മ. പാവം പിടിച്ചൊരു കുട്ടിയാ. എന്നെ വിളിക്കുക. അതിന് നമ്മളെന്ത് ചെയ്യാനാ? പാവം പിടിച്ചൊരു കുട്ടിയാണെന്ന് പറഞ്ഞാൽ ലോകത്ത് ഇഷ്ടം നിന്നെ പിന്നെ രണ്ടാം കെട്ടുകാർ ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ടാവും. അവരുടെ ആരെയും കല്യാണം കഴിച്ചു കൊടുത്ത മോളെ. നീ എന്തിനാണ് ഈ പ്രായമാകുമ്പോഴേക്കും നീ രണ്ടാം കെട്ടിന് ഇറങ്ങുന്നത്? ആ രണ്ടാം കെട്ടാണ് കുട്ടികളൊന്നും ഇല്ല എന്ന് പറഞ്ഞ പോട്ടെ, ഇത്രയും വലിയൊരു പെൺകുട്ടിയുള്ളൊരു എനിക്ക് വേറൊരു ജീവിതത്തെ പറ്റിയൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല അമ്മ. എന്നാ ഞാൻ വേറെ കല്യാണം കഴിക്കാതിരിക്കുള്ളൂ. നിനക്ക് വല്ല മാനസികം ഉണ്ടോ മോളെ? നീ എന്തീ പറയുന്നത്? നീ എന്ത് ഭ്രാന്താ പറയുന്നത്? കുടുംബക്കാരുടെ അടുത്തൊക്കെ നമ്മൾ എന്താ പറയുക? ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു പോയി, ഞാൻ ആ കുട്ടിയുടെ വീട്ടിലേക്ക് അമ്മയായിട്ട് വരാം എന്നൊക്കെ. ഇനിയൊന്നും പറ്റില്ല അമ്മ. എനിക്കൊന്നും അറിയില്ല, എൻ്റെ അടുത്ത് ഇനി ഒന്നും പറയണ്ട. മോളിനിപ്പോ ഒന്നും പറയണ്ട. അമ്മേ, ഞങ്ങൾ നാളെ തന്നെ പോകൂട്ടോ. പിള്ളേരൊന്നും കാണാതെ ഏട്ടനവിടെ ഇരിക്കാനേ പറ്റില്ല. വിളിച്ചോണ്ടേ ഇരിക്കുക, എപ്പോഴാ വരണേന്ന് ചോദിച്ചിട്ട്. അല്ല മോളെ, നിന്റെ ഭർത്താവിന് എപ്പോഴെങ്കിലും ഒരു നേരം ഇവിടെ വന്ന് ഇരുന്നൂടെ? ഇത് ഒരു നേരം ഇരുന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എങ്ങനെയൊക്കെയോ നിന്നതാ. പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കുക പോവുക. അമ്മ അത് തിരക്കായിട്ടമ്മേ. എനിക്ക് ഏട്ടനെ കാണാതെ നിൽക്കാൻ ബുദ്ധിമുട്ടപ്പോൾ. ഇനി അമ്മയ്ക്ക് ഞങ്ങളെ കാണണമെങ്കിൽ അമ്മ അച്ഛനും കൂടെ അങ്ങോട്ട് വന്നാൽ മതിട്ടാ.